എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിട്ടുള്ള 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ഓൺലൈനായിട്ട് ഇന്ന് 2025 ഡിസംബർ 22 തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുക, എന്തൊക്കെയാണ് രേഖകൾ വേണ്ടത്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള BPL വിഭാഗത്തിൽ, അതായത് മുൻഗണനാ വിഭാഗങ്ങളായ AAY മഞ്ഞ റേഷൻ കാർഡ്, PH പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന മറ്റ് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വനിതകൾക്കുമാണ് ഈ പദ്ധതി പ്രകാരം 1000 രൂപ ലഭിക്കുക. ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷയാണ് K-സ്മാർട്ടിന്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് മുഖേന ഡിസംബർ 22 തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. K-സ്മാർട്ടിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ksmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത്. ഇതിനായി നിങ്ങളുടെ പുതിയ മെമ്പറെ അല്ലെങ്കിൽ നിങ്ങളുടെ കൗൺസിലറെയൊക്കെ കണ്ടിട്ട് സഹായം തേടാവുന്നതുമാണ്. നിലവിൽ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിലോ ക്ഷേമ പെൻഷനുകളിലോ ഉൾപ്പെടാത്ത സ്ത്രീകൾക്കാണ് സഹായം ലഭിക്കുക. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷനുകൾ, EPF പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്നവർക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ലഭിക്കുന്നവർക്കും പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യത്തിന് അർഹതയില്ല. അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ ഹാജരാക്കണം. ഇവ ലഭ്യമല്ല എങ്കിൽ മെഡിക്കൽ ഓഫീസർ നൽകുന്ന വയസ്സ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്ക്, IFSC കോഡ് ഉൾപ്പെടെയുള്ളത്, അതുപോലെ ആധാർ കാർഡ് വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം നൽകേണ്ടതാണ്. അപേക്ഷയോടൊപ്പം പദ്ധതിക്ക് അർഹനാണ് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തണം. ആനുകൂല്യം ലഭിക്കുന്നവർക്ക് എല്ലാ വർഷവും ആധാർ അടിസ്ഥാനമാക്കിയുള്ള മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും എല്ലാ വർഷവും വാർഷിക മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ മറ്റ് അവകാശികൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതല്ല. ഗുണഭോക്താവ് 1 മാസമോ അതിൽ കൂടുതലോ ജയിലിലാവുകയോ റിമാൻഡിലാവുകയോ ചെയ്യുകയാണ് എങ്കിൽ ആ കാലത്തെ പെൻഷന് ആ ഗുണഭോക്താവിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകളെ കണ്ടെത്തുകയാണ് എങ്കിൽ വാങ്ങിയിട്ടുള്ള തുകയും 18% പലിശയും ചേർത്ത് തിരിച്ചടക്കേണ്ടിയും വരും. തദ്ദേശ സ്ഥാപന പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പൊ ഇന്നു മുതൽ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പൊ കഴിയുന്ന ആളുകൾ, അർഹതയുള്ളവരെല്ലാം അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഉള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.